ശിവസേനക്കാരനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ബാൽ താക്കറെയുടെ സ്വപ്നം മോദി സാക്ഷാത്കരിച്ചു. അതിൽ താൻ തൃപ്തനാണ്. ഏക്നാഥ് ഷിൻഡെയുടെ വാക്കുകളാണിത്. ഇതോടെ മഹാരാഷ്ട്രയിൽ BJP മുഖ്യമന്ത്രിയെ പിന്തുണച്ചിരിക്കുകയാണ് ശിവസേന നേതാവ്. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം ഇനിയും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. തന്നെ മുഖ്യമന്ത്രിയാക്കിയതിൽ മോദിയോട് നന്ദിയുണ്ടെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. അങ്ങനെ മഹാരാഷ്ട്രയിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. 2014 BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. മോദിയുടെ തീരുമാനമാണ് അന്തിമമെന്നും ആരെ തെരഞ്ഞെടുത്താലും അതിന് താനോ തന്റെ പാർട്ടിയോ തടസ്സമാവില്ലെന്നും ഷിൻഡെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ച ഷിൻഡെ പിന്മാറിയതോടെ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. മഹായുദ്ധി സഖ്യ നേതാക്കളായ BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ്, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ, NCPയുടെ അജിത് പവാർ എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ രംഗത്തെത്തിയിരുന്നു. ഷിൻഡെയും ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നതോടെ അനിശ്ചിതത്വമായി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഭൂപേന്ദ്ര യാദവും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഷിൻഡെ നിലപാട് മയപ്പെടുത്തിയത്. 288 നിയമസഭാ മണ്ഡലങ്ങളിൽ 235 സീറ്റിലും ഇത്തവണ വിജയിക്കാൻ മഹായുദ്ധിക്ക് സാധിച്ചിരുന്നു. BJP 132 സീറ്റുകളിലാണ് ജയിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഭരണവിരുദ്ധ വികാരം മാറാത്ത ജാതി കലാപം, ഗ്രാമീണർക്കിടയിലെ അതൃപ്തി, ജാതി സംവരണം തുടങ്ങി പല വിഷയങ്ങളും പ്രതിപക്ഷം പയറ്റിനോക്കി. പക്ഷേ സ്ത്രീകൾക്ക് മാസം തോറും 1500 രൂപ വീതം പെൻഷൻ നൽകിയതും ദീപാവലിക്ക് പ്രത്യേക ബോണസ് സഹിതം 3000 രൂപ നൽകിയതും സ്ത്രീകൾ കൂട്ടത്തോടെ മഹായുദ്ധിയെ പിന്തുണയ്ക്കാൻ കാരണമായി. ജനകീയനായ കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളയ്ക്ക് പോലും വെറും 288 വോട്ടുകൾക്കാണ് വിജയിക്കാനായത്. മുൻ മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിന്റെ മകൻ ധീരജ് ദേശ്മുഖ് ലാത്തൂർ റൂറലിൽ തോറ്റു. പൃഥ്വിരാജ് ചവാർ കാരാട്ട് സൗത്തിൽ തോറ്റു. കോൺഗ്രസ് നേതാവ് തൊറാട്ട് പോലും പരാജയപ്പെട്ടു. യശോമിത താക്കൂർ തിയോസ സീറ്റിൽ തോറ്റു. ചരിത്രത്തിൽ ആദ്യമായി മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. BJP നേതൃത്വത്തിലുള്ള മഹായുദ്ധി മുന്നണിയുടെ സുനാമിയിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും രാഹുൽ ഗാന്ധിയും ഒളിച്ചു പോവുകയായിരുന്നു. ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടികൾക്കും 29 സീറ്റുകൾ നേടാൻ കഴിയാത്തതിനാലാണ് ഈ ദുരവസ്ഥ. ഇതിനു മുൻപ് 1962-ലും 1967-ലും മാത്രമാണ് മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നത്. അന്ന് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷം സീറ്റുകൾ നേടി വിജയിക്കുകയായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആ പാർട്ടിക്ക് ആകെ നിയമസഭയിലെ അംഗബലത്തിന്റെ 10% അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. മഹാരാഷ്ട്ര നിയമസഭയുടെ ആകെ അംഗബലം 288 ആണ്. പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിക്ക് 29 സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയൂ. എന്നാൽ ഇക്കുറി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികളായ കോൺഗ്രസിനോ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കോ ശരത് പവാറിന്റെ NCPക്കോ 29 അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാനായില്ല. കോൺഗ്രസിന് ആകെ 16 സീറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ. ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് 20 സീറ്റുകളും ശരത് പവാറിന്റെ NCPക്ക് 10 സീറ്റുകളും മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ കടപുഴകി വീണിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.